ഹായ് ഓൾ, ഇവിടെ ഞാൻ കാണിക്കുന്നത് ചീരയും പരിപ്പും ഇട്ടിട്ട് ഒരു കിച്ചടി മാതിരിയുള്ള ഒരു റെസിപ്പിയാണ്. ആദ്യം പച്ചരിയും ഹാഫ് കപ്പ്, പിന്നെ റെഡ് ദാൽ 1/4 കപ്പ്, ചെറുപയർ 1/4 കപ്പ് ആൻഡ് സാമ്പാർ പരിപ്പ് 1/4 കപ്പ് ഒരു ഹാഫ് ആൻ അവർ കുതിർത്തി വെക്കാം. ആ സമയത്ത് നമുക്കിവിടെ ചീര കഴുകി കട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലക്കും പിന്നെ ആ റെഡ് ചീരയുമാണ്. വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ ഓഫ് ചീരയും എടുക്കാം. പിന്നെ ഈ കുതിർത്ത് വെച്ചത് അരിയും പരിപ്പും നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പും കായം ഇട്ടിട്ട് വേവിച്ചെടുക്കണം. പിന്നെ 3 കപ്സ് ഓഫ് വാട്ടർ. പിന്നെ ഇത് ബോയിൽ ചെയ്യാൻ വെക്കുമ്പോൾ നമുക്കിവിടെ വലിയ ചിൻചട്ടി എടുക്കണം. അപ്പനെ എല്ലാം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ജാസ്തിയാവും. കടുകും ജീരകം ഉലുവ പിന്നെ ചെറിയ ഉള്ളി മുളക്, ഞാനിവിടെ എടുത്തിരിക്കുന്ന ബജി മുളക്, വേണമെങ്കിൽ നോർമൽ ഗ്രീൻ ചില്ലി എടുക്കാം. ചെറിയ ഉള്ളിയും പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് നന്നായിട്ട് അത് വതക്കിയെടുക്കാം. ജിഞ്ചർ ഗാർലിക് ഇടണം. പിന്നെ ഇവിടെ ടൊമാറ്റോ നന്നായിട്ട് ഇത് വതക്കിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വതക്കിയെടുക്കാം. പിന്നെ ചീര ഇവിടെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിടാം. ചീര ആക്ച്വലി നമ്മൾ കുക്കറിൽ വേവിക്കാൻ പാടില്ല പറയും, അതുകൊണ്ട് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അപ്പോഴേക്ക് ഇവിടെ കുക്കർ റെഡിയായി, ചോറും പരിപ്പും റെഡിയായി. അപ്പം അതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം ഭാഗത്തേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ അവസാനം കുറച്ച് ഗരം മസാല, 1 സ്പൂൺ ഗരം മസാല, ഇത് ഓപ്ഷണലാണ്. ആൻഡ് നെയ്യ് ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇത്. ഏതെങ്കിലും ഒരു റൈത്തയോട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ആൻഡ് നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. പിന്നെ അവസാനം കുറച്ച് കൊത്തമല്ലി. ഇത് ചോറ് അരി പറഞ്ഞാൽ കുറച്ചേ നമ്മൾ അകത്ത് പോകണുള്ളൂ, ബാക്കി പരിപ്പും ചീരയാണ്. വെരി വെരി ഫില്ലിംഗ്. ഇതൊന്ന് ട്രൈ ചെയ്ത് കമൻറ്റിൽ പറയൂ. താങ്ക് യു.